നമസ്കാരം. ഓണവിശേഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് തിരുവോണ ദിവസം വളരെ പ്രത്യേകതകളുള്ള ദിവസമാണ്. വളരെ പ്രത്യേകതകളുള്ള ഒരു വ്യക്തിയെയാണ് ഓണവിശേഷത്തിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുകയും ചെയ്യുന്നത്. നമുക്കൊക്കെ വളരെ ചെറിയ ഒരു ജീവിതമാണ് ഉള്ളത് എന്ന് മഹത് വചനങ്ങൾ പറയും. ചെറിയ ജീവിതങ്ങൾ കൊണ്ട്, ചെറിയ ജീവിതങ്ങളിൽ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് മഹത്വമാർന്ന വ്യക്തിത്വമായി മാറുന്നു. അത്തരമൊരു ത്യാഗോജ്വലമായ സേവന സന്നദ്ധമായ ഒരു ജീവിതത്തെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. വളരെ എല്ലാവർക്കും സുപരിചിതനായ വ്യവസായ പ്രമുഖനും ജീവകാരുണ്യ പ്രവർത്തകനും വിദ്യാഭ്യാസ പ്രവർത്തകനും ഒക്കെയായ, ഒരുപക്ഷെ വാക്കുകൾക്കൊക്കെ വർണ്ണിച്ച് പറയാൻ കഴിയാത്തത്ര വലിയ പ്രവർത്തനങ്ങൾക്ക് ഉടമയായ ഡോക്ടർ ഗോകുലം ഗോപകുമാർ. നമസ്കാരം സർ. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഓണം, താങ്കളുടെ ഓണം കുറച്ച് അഗതികളുടെ കൂടെയാണ്. ഇത്തവണയും അങ്ങനെയാണ്. എന്താണ് ഇത്തവണത്തെ ഓണത്തിന്റെ പ്രത്യേകതകൾ? ഞങ്ങൾ 7 വർഷം കൊണ്ട് അതിഥികളോടൊപ്പം ഓണം ആഘോഷിക്കാറുള്ളത്. 2007 മാർച്ച് 1 വൈഫ് എന്നെ നിന്ന് വിട്ടുപിരിഞ്ഞതിന് ശേഷം ഞാൻ ഓണം ആഘോഷിക്കാറുള്ളത് ഗാന്ധി ഭവനെ പോലുള്ള പ്രസ്ഥാനങ്ങളിലാണ്. അവിടെയാണ് ഈ വർഷവും ഞാൻ ഓണം ആഘോഷമായിട്ടില്ല, അവരോടൊപ്പം പങ്കിടണമെന്നുള്ള ആഗ്രഹവും എല്ലാ വർഷവും പങ്കിടാറുണ്ട്. ഈ വർഷവും ഗാന്ധി ഭവനിൽ തന്നെയാണ്. ശരിക്കും അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് ശേഷം ആഘോഷം ഇല്ല എന്നത്. അതേസമയം എന്താണ് ആഘോഷത്തിനപ്പുറത്ത് അഗതികളോടൊപ്പം തിരുവോണം ഏറ്റവും പ്രധാനമാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം. ആ ഒരു ദിവസം അഗതികളോടൊപ്പം ചെലവഴിക്കുമ്പോൾ എന്താണ് താങ്കളുടെ മനസ്സ് അവരോട് പറയുന്നത്? ഈ ലോകത്തോട് എന്താണ് പറയുന്നത്? ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ ദേശീയ ഉത്സവമാണ് ഓണം. കേരളത്തിനകത്തും പുറത്തും ലോകത്തും എല്ലാം ഒന്നടങ്കം ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. ഓണത്തെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഓണത്തെ പറ്റി എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളാണ് കൈവറക്കാൻ ആഗ്രഹിക്കുന്നത്. പഠന സമയത്ത് ഉണ്ടായിരുന്ന ഓണം. അപ്പോൾ അന്നൊക്കെ ഒരു ഓണം എന്ന് പറയുമ്പോൾ ഉത്തരാടം അത്തം ആയി കഴിഞ്ഞാൽ വളരെ സന്തോഷത്തിലാണ്. കാരണം അത് സന്തോഷത്തിനൊരു കാരണമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് ജനിച്ച് വളർന്ന ആളെന്ന നിലയിൽ അന്നും ഒരു പരിമിതി ഉണ്ടല്ലോ, സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളിലാണ് പറയുന്നത്. അപ്പോൾ ഓണം എന്ന് കേൾക്കുമ്പോൾ അന്നാണ് നമുക്കൊരു നല്ല നിക്കറ്, ഒരു ഷർട്ട്, ഒരു ചെരുപ്പ് വളരെ കുറവാണ് കിട്ടുന്നത് ഓണത്തിനാണ്. അപ്പം ഈ ഓണത്തിന് അതിനോടുള്ള കൂട്ടുകാരോടൊപ്പം ഇറങ്ങി നടക്കാനുള്ള ഒരു അവസരം, കളിക്കാനുള്ള ഒരു അവസരം, പിന്നെ ഉപ്പേരിയും ഒക്കെ കഴിക്കാനുള്ള ഒരു സന്തോഷം, ഊഞ്ഞാലിടുന്ന ഒരു സന്തോഷം, കരടി കെട്ടുന്ന സന്തോഷം, ഇതൊക്കെയാണ് എൻ്റെ പഴയ ഓണത്തിലേക്ക് ആ ചിന്തകൾ മാറുന്നത്. പക്ഷെ ഇന്നെന്നും ഓണം, ഇന്ന് കേരളീയരെ സംബന്ധിച്ച് എല്ലാ ദിവസവും ഓണം തന്നെയാണ്. അപ്പോൾ ഈ അതിഥികളോടൊപ്പം ഞാൻ ചിലവിടുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എനിക്കുണ്ടായ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു മാറ്റമാണ്. നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിന്റെ വീണ്ടും ഒരു പുനർജന്മം എന്ന് തന്നെ ഞാൻ വിശേഷിപ്പിക്കാം. എത്രയോ അനാഥമായ ആളുകൾ, എത്രയോ നിധനായ ആളുകൾ ഒരു നേരത്തെ ആഹാരമില്ലാതെയും കയറിക്കിടക്കാൻ ഭവനമില്ലാതെയും ഒരു നേരത്തെ മരുന്ന് മാർഗമില്ലാതെയും ഈ സമൂഹത്തിൽ കഴിയുമ്പോൾ അതിന് അവരോടൊപ്പം ഒരു ദിവസം കഴിയുന്നതായിരിക്കും ജീവിതത്തിൽ ഏറ്റവും ഉത്തമം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ അതിഥികളോടൊപ്പം ആഘോഷിക്കുന്നത്. സാധാരണഗതിയിൽ വ്യവസായികൾക്ക് അവരുടെ കയ്യിൽ പണമുണ്ട്. പണം ഉള്ള ആൾക്കാരെല്ലാം അത് സമൂഹത്തിന് വേണ്ടി ചെലവാക്കിക്കൊള്ളണം എന്നില്ല. പണമുള്ള ആൾക്കാരെല്ലാം ഇതുപോലെ അവരുടെ വളരെ വ്യക്തിപരമായിട്ട് ആഘോഷിക്കേണ്ടുന്ന കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ അഗതികളോടൊപ്പം സാധാരണക്കാരോടൊപ്പം ചെലവിട്ട് സമൂഹത്തിന് ഒരു സന്ദേശം നൽകാൻ തയ്യാറായിക്കൊള്ളുന്നില്ല. താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കൾ വളരെ തിരക്ക് പിടിച്ച ഒരു മനുഷ്യനാണ്. 4 സംസ്ഥാനങ്ങളിലായിട്ട് പരന്നു കിടക്കുന്ന വ്യവസായ സാമ്രാജ്യം, അതുകൂടാതെ വലിയ ഒരു കാഴ്ചപ്പാടോടെ താങ്കൾ തന്നെ പടുത്തുയർത്തിയ സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിന്റെ സാരഥ്യം, ഇതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമാണ്. എന്താണ് അതിനെ ഒറ്റ വാക്കിൽ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അതിനെ വിശദീകരിച്ചു കൊടുക്കാൻ പറ്റും? സമ്പത്തെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ ജനിച്ചു വരുമ്പോൾ ആരും തന്നെ ഒന്നും കൊടുക്കുന്നു, മരണപ്പെടുമ്പോഴും ആരും ഒന്നും കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു സമൂഹത്തിന് വേണ്ടി, കഷ്ടത അനുഭവിക്കുന്ന ഒരു സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമാണ് എൻ്റെ മനസ്സിലുള്ളത്. തന്നെയുമല്ല, ഒരു പട്ടിണിയിൽ നിന്ന് കടന്നു വന്ന ഞാൻ
ഒരു നേരത്തെ ആഹാരത്തിന് കഷ്ടപ്പെട്ട ഞാൻ അതിന്റെ വാല്യൂ എന്തെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്. തികച്ചും ഞാനത് മനസ്സിലാക്കി മുന്നോട്ട് പോയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഒരു സാധാരണക്കാരുടെ കഷ്ടങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇത്രത്തോളം ദുഃഖങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കഴിയുന്ന ഒരു വ്യക്തി ആയിരുന്നു ഞാൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും എൻ്റെ മനസ്സിൽ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ജീവിക്കണം, ഒരു സമൂഹത്തിന് വേണ്ടി ജീവിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത. ഒരേ സമയം വ്യവസായ രംഗത്ത് മികവ് പുലർത്താൻ സാധിക്കുന്നു. വളരെ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് ഒരു വലിയൊരു ബിസിനസ് കാഴ്ചപ്പാടിലേക്ക് അങ്ങ് മാറിപ്പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം പിന്നെ നേതൃത്വപരമായ ചില ആശയങ്ങളിലൂടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ബിസിനസ് സ്ഥാപനങ്ങളുമായിട്ട് ബിർള പോലെ ടാറ്റ പോലെയുള്ള പ്രമുഖമായിട്ടുള്ള സ്ഥാപനങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനൊക്കെ താങ്കൾക്ക് പറ്റിയ ആ വളർച്ചയുടെ കാലഘട്ടം ഒന്ന് ഓർമ്മിക്കാമോ? ഏറ്റവും പ്രധാനമായി ഞാൻ വിശ്വസിച്ചത് ശ്രീനാരായണ ഗുരുദേവനെയാണ്. എന്റെ കാണപ്പെട്ട ദൈവം എന്ന് പറയുന്ന മഹാനായ ശ്രീനാരായണ ഗുരുദേവനും ആദർശാരിയായ ആ ശങ്കറും. അപ്പൊ ഈ രണ്ട് പേരുടെയും ലക്ഷ്യങ്ങളാണ് കുട്ടിക്കാലം മുതൽ ഞാൻ ഒത്തിരി പഠിക്കുവാൻ വായിക്കുവാൻ എനിക്ക് അവസരമുണ്ടായി. അപ്പൊ അന്ന് എന്റെ മനസ്സിൽ പതിച്ച ഒരു പിക്ചറാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് നമ്മൾക്ക് ഉദ്ബോധനം നടത്തിയ ഗുരുദേവന്റെ ആദർശങ്ങളും, ജാതി ഏതായാലും മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ചിന്തയും ആണ് എന്നെ ഇത്തരത്തിലെത്തിക്കുവാൻ സഹായിച്ചത്. അതിനുപരി ഞാൻ 1988 പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അന്നത്തെ ചുറ്റുപാടിൽ തുടർന്ന് പഠിക്കുവാനുള്ള സാഹചര്യമില്ലാത്തത് കൊണ്ട് എൻ്റെ ഒരു ബന്ധുവിനോടൊപ്പം ഇവിടെ നിന്ന് നാടിൽ നിന്ന് പോകുകയും അവിടെ ചെന്ന് വെറും ഒരു ഹെൽപ്പറായി 12 രൂപ ശമ്പളത്തിൽ ഹെൽപ്പറായി ജോലിക്ക് ഇറങ്ങി വെച്ച് ഫാബ്രിക്കേഷൻ ഹെൽപ്പറായിട്ട്. പക്ഷെ അപ്പോഴും എൻ്റെ ഒരു ചിന്ത, ആ ചിന്തയാണ് എന്നെ ഇന്നത്തെയും ഇത്ര എത്തിക്കാൻ സഹായിച്ചത്. കാരണം എങ്ങനെയും പണി പഠിച്ച് വലിയ വലിയ ആളാകണമെന്ന് ചിന്തയില്ലായിരുന്നെങ്കിൽ കൂടിയും ഒരു നിലവാരത്തിൽ എത്തണമെന്നുള്ള എൻ്റെ ആഗ്രഹവും അതിനോട് ഉപരി എൻ്റെ കഠിനാധ്വാനം, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ടൈമിനാണ് ഞാൻ. ഡോണ്ട് വേസ്റ്റ് ഇറ്റ് ടൈം. ടൈം ഈസ് വെരി ഇമ്പോർട്ടൻ്റ് യുവർ ലൈഫ്. ഒരു സെക്കൻഡിനും ഒരു മിനിറ്റിനും വില കൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇത്തരത്തിൽ എത്തിച്ചേരുവാൻ എന്നെ സഹായിച്ചത്. ബിസിനസ് മേഖല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഭാരിച്ച ചുമതലകൾ ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് കൃത്യനിഷ്ഠയോടുകൂടി നിർവഹിക്കണമെന്നും ആ ക്വാളിറ്റി ഡെവലപ്മെന്റ് ചെയ്യണമെന്നും ആഗ്രഹിച്ചത് കൊണ്ടും അത്തരത്തിൽ പോയതുകൊണ്ടുമാണ് കമ്പനി ഇത്രത്തോളം സൗത്ത് ഇന്ത്യയിൽ മൊത്തം വ്യാപിക്കുവാനും ഇന്ത്യയിലെ പ്രധാന വ്യവസായികളിലായ ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കുവാനും എനിക്ക് കഴിഞ്ഞത്. എൻ്റെ 27 വർഷത്തെ എക്സ്പീരിയൻസിനുപരി സ്റ്റീൽ പ്ലാന്റ് നിർമ്മാണ രംഗത്ത് ഞാൻ ഇന്ന് 30ഓളം സ്റ്റീൽ പ്ലാന്റുകൾ നിർമ്മിച്ചു കഴിഞ്ഞു. വളരെ റെക്കോർഡായിട്ടുള്ളൊരു നിർമ്മാണങ്ങളുണ്ട് അതിനകത്ത്. അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ലാർസൻ ടുബ്രോ ലിമിറ്റഡ് ECC എന്ന് പറയുന്നത്, കൺസ്ട്രക്ഷൻ കമ്പനികളിൽ. പക്ഷെ അവര് പോലും ഇന്ന് ഒരു സ്റ്റീൽ പ്ലാന്റ് നിർമ്മിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 6 മാസവും 8 മാസവും എടുക്കാറുണ്ട്. പക്ഷെ അവിടെ ഞാൻ 90 ദിവസം കൊണ്ട് ഇന്ത്യയിൽ ഒരു സ്റ്റീൽ പ്ലാന്റ് നിർമ്മിച്ച് അതിന് കമ്മീഷൻ ചെയ്ത് കൊടുത്ത് ടാറ്റയുടെ ഒരു കർപ്പൂർ എന്ന് പറഞ്ഞ വെസ്റ്റ് ബംഗാളിലെ കർപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 90 ദിവസം കൊണ്ട് 293 കപ്പാസിറ്റി ഉള്ള ഒരു ബ്ലാസ്റ്റ് ഫർണസ് ഫാബ്രിക്കേഷൻ ഇറക്ഷൻ ചെയ്ത് കമ്മീഷൻ ചെയ്ത് കൊടുത്തു. അതാണ് എന്റെ ജീവിതത്തിലെ കൺസ്ട്രക്ഷൻ ഫീൽഡ്. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിൽ ലോകത്തിൽ തന്നെ ഇങ്ങനെ ആരും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് ആണ് എന്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും നമ്മുടെ പുത്തൂര് പോലെ ഒരു ചെറിയ ഗ്രാമം, ഈ ഇത്തരം ഒരു ഗ്രാമത്തിൽ നിന്ന് അത്ര എടുത്തു പറയാൻ പറ്റാത്ത ഒരു വലിയ വിദ്യാഭ്യാസമായിട്ടൊന്നും അല്ല താങ്കൾ ഇവിടുന്ന് പോകുന്നത്. അങ്ങനെ പോകുന്ന ഒരു ചെറുപ്പക്കാരന് ഒരുപക്ഷെ ഉണ്ടാകാവുന്ന ഒരു വളർച്ച എന്ന് നോക്കുമ്പോൾ വളരെ വലിയൊരു വളർച്ചയാണ് ഇത്. നമ്മുടെ ഒരു ഇച്ഛാശക്തി, ആ ഇച്ഛാശക്തിയൊക്കെ ഇത്രത്തോളം പിന്തുണച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? നേരത്തെ പറഞ്ഞതുപോലെ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ, ആർ ശങ്കറിനോടുള്ള താല്പര്യം, വായന, അതിനൊക്കെ അപ്പുറത്ത് മറ്റു ചില നമ്മുടെ ഇച്ഛാശക്തിയെ താങ്ങി നിർത്തിയ അല്ലെങ്കിൽ കുറച്ചൊന്ന് മുകളിലേക്ക് ഉയർത്തിയ മറ്റു ചില ഘടകങ്ങൾ കൂടി ഉണ്ടെന്ന് പൊതുജനത്തിന് വിശ്വസിച്ചേ മതിയാവും. ഈ സിദ്ധാർത്ഥ സെന്റർ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇങ്ങനെ ഒരു സ്കൂളിൽ പുത്തൂരിന്റെ മണ്ണിൽ സ്ഥാപിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷെ 2007 മാർച്ച് മാസം 1-ാം തീയതി മിനിമോൾ വിട്ടുപിരിഞ്ഞപ്പോൾ
അതിനുശേഷം ഞാനിങ്ങനെ വളരെ ആലോചിച്ചു, ഞാൻ ഇനി എന്ത് ചെയ്യാൻ കഴിയും. കാരണം അന്ന് എൻ്റെ മകൾ ഗോപിക ഗോപന് 5th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടിയാണ്. ഒത്തിരി ചിന്തിച്ചു, ആലോചിച്ചു, മോളെ പഠിപ്പിക്കണം. അപ്പൊ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ആണ് നമ്മുടെ ഈ ചുറ്റുപാടിൽ മോളെ പഠിപ്പിക്കുകയും എന്നോടൊപ്പം നിർത്തുകയും ചെയ്യാം എന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഒരു നല്ല CBSE സ്കൂൾ സ്ഥാപിച്ചുകൊണ്ട് മോൾക്ക് മാത്രമല്ല സാധാരണപ്പെട്ടവരായ മക്കൾക്ക് ഒരു ഇന്റർനാഷണൽ ഫെസിലിറ്റിയോടുകൂടി ഒരു സ്കൂൾ സ്ഥാപിച്ച് അവർ ഈ പുത്തൂരിന്റെ മണ്ണിൽ ഒരു ചരിത്ര സംഭവമാക്കി മാറ്റണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ സ്കൂളിന് തുടക്കം കുറിച്ചത്. അങ്ങനെ 2008 മെയ് മാസം 16 മിനിമോളുടെ ജന്മദിനമായി. മെയ് 16. 2007 മാർച്ച് 1 മിനിമോൾ മരിക്കുന്നു. 2008 മെയ് 16 ഈ സ്കൂൾ ഞാൻ ഇനാഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സ്കൂളിന്റെ സ്ഥലം പറയുകയാണെങ്കിൽ ഒരു 38 വിരകയിൽ നിന്ന് ഈ ഏകദേശം 9 ഏക്കറോളം വാങ്ങിച്ചത് തന്നെ. ഇതെല്ലാം മിനിമോളുടെ ഒരു പ്രേരണയാണ് ഈ സ്കൂള് സ്ഥാപിക്കുവാൻ എന്നെ സഹായിച്ചത്, എന്നെ നിർബന്ധമാക്കിയത്. അതിനുപരി ഒരു ചാരിറ്റി പ്രവർത്തനത്തിലേക്ക് അതിനുശേഷം 2008 തന്നെ മിനിമോളുടെ പേരിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ്, മിനിമോൾ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിക്കുകയും ചെയ്തു. വളരെ പ്രശസ്തമാണ്. അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ അറിയപ്പെടുന്ന നിലയിലുമാണ്. അവാർഡുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഒന്ന് വിശദീകരിച്ച് പറയാം. അവാർഡുകൾ മാത്രമല്ല, മിനിമോൾ ചാരിറ്റബിൾ ട്രസ്റ്റ് കൊണ്ട് അതിനൊരു ചരിത്രം കൂടിയുണ്ട്. അതായത് ഞങ്ങൾ ബാംഗ്ലൂരിലായിരുന്നു സെറ്റിൽമെന്റ്. അപ്പൊ ഞങ്ങൾ എല്ലാ മാസവും ഇങ്ങനെ നാട്ടിൽ വരാറുണ്ടായിരുന്നു ബൈക്കാർ. അപ്പം ഇങ്ങനെ കടന്നു വരുന്ന ഒരു സമയത്ത് ബാംഗ്ലൂരിനും കോയമ്പത്തൂരിനും ഇടയിൽ ബൊഹാനി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഞങ്ങൾ വണ്ടി നിർത്തി. അപ്പൊ ഞങ്ങൾ കടന്നു വരുന്ന ഫുഡ് ഞങ്ങൾ വണ്ടിയിൽ കരുതുമായിരുന്നു. ഒരു പായും കുടുംബമായിട്ടാണ്. അപ്പം വണ്ടി നിർത്തി. അന്ന് ഇത്രയും നാഷണൽ ഹൈവേ അല്ല. കാരണം ഭയങ്കര മരങ്ങളുമായിട്ട് കിടന്നിട്ടുള്ള എല്ലാ റോഡിലെല്ലാം വലിയ വലിയ മരങ്ങളാണ്, തണൽ മരങ്ങളാണ്. അപ്പം സൈഡിൽ ഒതുക്കി മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ വണ്ടി നിർത്തി. ഞങ്ങൾ ഫുഡ് ഒരു പൊതി, 2 പൊതി കരുതുന്ന പൊതിയെടുത്ത് അങ്ങോട്ട് വെക്കുമ്പോൾ വിരുദ്ധ രൂപത്തിലുള്ള ഒരു മാനസിക വിശ്രാന്തിയുള്ള ഒരാൾ ഞങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുന്നു. ആ കടന്നു വന്നപ്പോൾ അദ്ദേഹം നോക്കുന്ന കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഡ്രസ്സുകളൊന്നുമില്ല, ഒരു ചെറിയൊരു കീറിയ ഒരു നിക്കറ് മാത്രമാണ്. മുടി താടി ഭയങ്കരമായിട്ട് താഴോട്ട് കിടക്കുന്നു. കുളിച്ച് കണ്ടിട്ട് കുളിച്ച ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. പക്ഷെ മോള് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഒന്ന് കരഞ്ഞു, പേടിച്ചിട്ട്. കൊച്ചുകുട്ടിയല്ലേ, ആ രൂപം കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹം നോക്കുന്നത് ഞങ്ങളുടെ പൊതിയിലേക്കാണ് എന്ന് മനസ്സിലായി. അപ്പൊ വൈഫ് പറഞ്ഞു ഭക്ഷണത്തിനായിരിക്കാം എന്ന്. അപ്പൊ തലയാട്ടി. ഇത് കേട്ടപ്പോൾ അദ്ദേഹം ഒന്ന് ചെറുതായിട്ട് ഭക്ഷണമെന്ന് കേട്ടപ്പോൾ തലയാട്ടി. ആ ഒരു പൊതിയെടുത്ത് കയ്യിലോട്ട് കൊടുത്തപ്പോൾ അവിടെ നിന്നുകൊണ്ട് തന്നെ അത് ഇളക്കിയിട്ട് അതിനകത്തുണ്ടായിരുന്ന ചമ്മന്തിയാണ് ആദ്യമായത്. ഒരു മിനിറ്റ് കൊണ്ട് ആ പൊതി മൊത്തം രണ്ടാമത്തെ അപ്പോഴും അടുത്ത പൊതിയും കൂടി എടുത്ത് ഞങ്ങൾ കൊടുത്തു. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളവും കൊടുത്തു. പക്ഷേ നിമിഷ നേരം കൊണ്ട് അദ്ദേഹം അത് ഭക്ഷിച്ചിട്ട് പോകാനൊരു ചിരി, മനസ്സ് നിറഞ്ഞ ഒരു ചിരിയും ചിരിച്ചു കടന്നു പോവുകയും ചെയ്തു. അപ്പോൾ അന്ന് അതിനുശേഷം ഞങ്ങൾ എടുത്ത ഒരു ശബ്ദമായിരുന്നു, എന്നെങ്കിലും ഒരു സമയത്ത് നാട്ടിൽ വന്നാൽ സാധാരണപ്പെട്ട ഒരു പട്ടിണിക്കാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം. ആ ഒരു ആഗ്രഹവും ഞങ്ങളെ ആ ചർച്ചയുമാണ് ദൈവനിശ്ചയം എന്ന്, ദൈവവിധി എന്ന് ഇതിനെ കൽപ്പിക്കാൻ പറ്റില്ല. മിനിമോള് ഇങ്ങനെ മരണപ്പെടുകയും മിനിമോളുടെ പേരിൽ തന്നെ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ട് സാധാരണക്കാരെ അതൊരു സേവന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഭവന നിർമ്മാണ രംഗത്തും മിനിമോൾ ചാരിറ്റബിൾ ട്രസ്റ്റ് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. മിനിമോൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ 7 വർഷക്കാലം കൊണ്ട് 4,41,75,000 രൂപ വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി ചെലവിട്ട് കഴിഞ്ഞു. ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്റെ വരുമാനത്തിന്റെ മുഴുവൻ സിംഹഭാഗവും ഞാൻ ചാരിറ്റിക്ക് അർഹതപ്പെട്ടവർക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ എനിക്ക് സന്തോഷമില്ല. ഈ അർഹതപ്പെട്ടവരെ എങ്ങനെയാണ് കണ്ടെത്തുക? എന്റെ അടുത്ത് ഒരു അപേക്ഷ എത്തിയാൽ ഞങ്ങൾ അഡ്വൈസറി ബോർഡിൽ 10 മെമ്പേഴ്സ് ഉണ്ട്. അതിൽ ഒരാൾക്ക് അതിന് ചുമതലപ്പെടുത്തും. ഇത് പോയി അന്വേഷിച്ചിട്ട് വരണം, അവിടെ ചെന്ന് അന്വേഷിച്ചിട്ട് വരണം. ആ പേപ്പറുമായിട്ട് അദ്ദേഹം അവിടെ എത്തുകയും അവിടെ അന്വേഷണം പൂർത്തിയാക്കിയതിന് ശേഷം അതിന്റെ റിപ്പോർട്ട് അനുഭവിക്കുകയും ചെയ്യും.
അതിനുശേഷം അത് ഉത്തമമാണ് കണ്ടെത്തിയാൽ ഞാൻ തന്നെ അവിടെ എത്തും. സാധാരണഗതിയിൽ ഇപ്പൊ സർക്കാർ സംവിധാനങ്ങളിലൊക്കെ ആണെങ്കിൽ അർഹതപ്പെട്ടവരെ കണ്ടെത്തുന്നതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിപ്പോ ഒരാൾ നേരിട്ട് പോയി കണ്ട് നമ്മൾ തന്നെ നിയോഗിക്കുന്ന ആൾ കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരുന്ന റിപ്പോർട്ട് കൃത്യമായിരിക്കും. അർഹതപ്പെട്ടയാളിലേക്ക് അത് എത്തും എന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ട്. സ്കൂളിന്റെ ഈ സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. സ്കൂളിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ചില പ്രത്യേകതകൾ പറയാനുണ്ട്. സ്കൂളിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ആ സ്കൂളിന്റെ നിർമ്മാണത്തിൽ തന്നെ താങ്കൾ പുലർത്തുന്ന ഒരു കാഴ്ചപ്പാട്, ഈ ചെറിയ ഗ്രാമത്തിൽ നിന്ന് ഈ സ്കൂളിൽ പഠിച്ചിട്ട് പുറത്തേക്ക് വരുന്ന കുട്ടികൾ ഉന്നത നിലവാരത്തിലുള്ളവരായിരിക്കണം എന്നൊക്കെയുള്ള കാഴ്ചപ്പാടുകൾ പലപ്പോഴായിട്ട് കേട്ടറിഞ്ഞു. താങ്കൾ തന്നെ ഒന്ന് വിശദീകരിച്ചാൽ ഇവിടെ പ്രേക്ഷകർക്ക്. സ്കൂളെന്ന് പറയുമ്പോൾ ഒരു കച്ചവട സ്ഥാപനമാണ്. ഭാവി തലമുറയെ വാർത്തെടുക്കേണ്ടത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ്. ഒരു കുട്ടിയെ വളർത്തിയെടുക്കേണ്ടതും ആ സ്കൂളും അവിടുത്തെ അന്തരീക്ഷവും അവിടുത്തെ ടീച്ചേഴ്സുമാണ്. ഒരു ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ വെറും ടീച്ചറായിട്ട് കാര്യമില്ല, അമ്മയാവണം, സുഹൃത്താകണം, അതുപോലെ അധ്യാപികയാണ്, ഉത്തമമായ ഒരു അധ്യാപികയാണ്. എന്നാൽ കുട്ടികളെ സംബന്ധിച്ച് നല്ല സമയങ്ങൾ ചിലവിടുന്നത് സ്കൂൾ തലങ്ങളിലാണ്. രക്ഷിതാക്കളോടൊപ്പം കിട്ടുന്നത് അവർ ഉറങ്ങുന്ന സമയത്ത് മാത്രമാണ്. അപ്പോൾ ഒരു പുസ്തകപ്പുഴുക്കൾ മാത്രമാക്കാതെ കുട്ടികളെ ഭാവിയുടെ വാഗ്ദാനങ്ങളാക്കണമെങ്കിൽ അവരെ വേണ്ട കഴിവുകൾ അവരുടെ കണ്ടെത്തി, ഒരു കുട്ടി സപ്പോസ് ഒരു കുട്ടിക്ക് ഒരു എക്സാമ്പിളായിട്ട് ഒരു കുട്ടിക്ക് ചിലപ്പോൾ ഒരു പഠനത്തിൽ ഇച്ചിരി മോശമായിരിക്കും ആ കുട്ടി, പക്ഷെ ആ കുട്ടിക്ക് മറ്റെന്തെങ്കിലുമൊക്കെ നല്ല നല്ല കഴിവുകൾ ഉണ്ടാവും. എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും കഴിവുകൾ ഉണ്ടാവും. ആ കഴിവ് എന്താണ് കണ്ടെത്തി ആ കഴിവിൽ കൂടി കുട്ടികളെ പ്രോത്സാഹിപ്പിക്കേണ്ട ചുമതല സ്കൂൾ തലങ്ങളിലുണ്ട്. അപ്പൊ അതാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും ഒരു കുട്ടിയെ പുസ്തകപ്പുഴുക്കളാക്കാൻ ആഗ്രഹിക്കുന്നില്ല. കായിക കലാ അല്ലെങ്കിൽ മറ്റുള്ള ആർട്സ്, മ്യൂസിക് തുടങ്ങിയ രംഗങ്ങളിൽ പോലും കുട്ടികൾക്ക് അവർ കഴിവുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി അതിനുള്ള കോച്ചിങ് ഞാനിവിടെ കൊടുക്കുന്നു. അതിനുപരി സ്പോർട്സ് മേഖല അവർക്ക് ഇമ്പോർട്ടന്റ് കൊടുത്തിരിക്കുന്നു. അതിനൊക്കെ ഉപരി പത്രവായനകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇന്ന് ആരും പത്രങ്ങളിൽ ഇന്ന് കേരളത്തിന്റെ സ്ഥിതി എടുത്ത് നോക്കി എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ജനറൽ നോളജിൽ നമ്മുടെ കുട്ടികൾ ബാക്കിലേക്കാണ്. അതിന്റെ കാരണം ആർക്കും പത്രം വായിക്കാൻ സമയമില്ല. ഇന്ന് വന്ന സീരിയലുകളിലും സിനിമകളിലും മുഴുകിയിരിക്കുക. ഒരു കുട്ടിയെ വിളിച്ച് ഒരു പത്രത്തിൽ ഒരു ന്യൂസ് ചോദിച്ചാൽ കുട്ടി പറയത്തില്ല, പക്ഷെ ഒരു ചാനലിന്റെ എത്ര ന്യൂസ് എത്ര സീരിയൽ ഉണ്ടെന്ന് ചോദിച്ചാൽ കുട്ടി പറയും. അപ്പൊ കുടുംബസമയം ഇന്ന് പറഞ്ഞല്ലോ, ഇന്ന് അണുകുടുംബമാണ്, ഇന്ന് കമ്പ്യൂട്ടർ യുഗമാണ്. അപ്പൊ കമ്പ്യൂട്ടർ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫാമിലിയില് നമ്മുടെ മുത്തച്ഛന്മാരും മറ്റുള്ള ആളുകളും ഒക്കെ അമ്മമാരും ഒക്കെ ഇവിടെ നല്ല നല്ല കഥകൾ കേൾക്കാൻ പറ്റും. ഇന്നൊന്നും കേൾക്കുവാനില്ല, ആർക്കും താല്പര്യവുമില്ല. അപ്പൊ അത് ഒരു മാറ്റം ഉണ്ടാകണം. സമൂഹത്തിൽ നല്ല തലമുറയെ വാർത്തെടുക്കുവാൻ കഴിയണമെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സ്കൂൾ തലങ്ങളായാലും മറ്റ് ക്ലബുകളായാലും സാംസ്കാരിക വേദികളായാലും ശരി, കുട്ടികൾക്ക് വേണ്ടത്ര സംരക്ഷണം നൽകിക്കൊണ്ട് അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകണം. അതിനോടൊപ്പം നമുക്കറിയാം ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിപത്ത് എന്താണ്? കേരളത്തിൽ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഉള്ള സംസ്ഥാനമായിരുന്നു കേരളം. ഇന്ന് എവിടെ പോയി നിൽക്കുന്നു? ഇന്ന് കേരളത്തിന്റെ സ്ഥിതി എടുത്തു നോക്കിയാൽ മദ്യപാനത്തിൽ 1ാം സ്ഥാനത്ത് കേരളം എത്തിയിരിക്കുകയല്ലേ. ശ്രീനാരായണ ഗുരുദേവൻ കുടിക്കരുത്, കൊടുക്കരുത്, ചിന്തിക്കരുത്, ഉണ്ടാക്കരുതെന്നാ പറഞ്ഞത്. മദ്യം ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുതെന്നാണ് ബോധനം ചെയ്തത്. മദ്യവും മയക്കുമരുന്ന് ഇന്ന് എത്രമാത്രം വിപത്തായി മാറിയിരിക്കുന്നു. സ്വന്തം രക്ഷിതാക്കൾ പോലും, സ്വന്തം സഹോദരങ്ങൾ പോലും, അല്ലെങ്കിൽ സ്വന്തം ചിറ്റപ്പന്മാരെ പോലും സ്വന്തം കുട്ടികളെ തിരിച്ചറിയാതെ 6 മാസം പ്രായമുള്ള കൊച്ചു കുട്ടികളെ പോലെ പീഡിപ്പിക്കേണ്ടുന്ന കാലഘട്ടമല്ലേ ഇന്ന് കേരളം. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മുടെ സാംസ്കാരിക കേരളത്തിന് എന്ത് സംഭവിക്കുന്നു? പക്ഷെ ഇതിനൊരു മാറ്റം ഉണ്ടാക്കണമെങ്കിൽ ഈ ഉള്ള തലമുറയെ കൊണ്ട് മാറുവാൻ കഴിയുമോ? വലിയ പാടാണ് അല്ലെ. അതുകൊണ്ട് വരുന്ന തലമുറയിലെങ്കിലും കൊച്ചു കുട്ടികൾക്കെങ്കിലും ഇതിനെ പറ്റിയുള്ള വിവിധമായ ഉള്ള കോച്ചിങ്ങുകൾ കൊടുക്കുകയും ബോധവൽക്കരണ പരിപാടികൾ നടത്തിക്കൊണ്ട് ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുവാൻ ഈ കേരളത്തിന് കഴിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് തന്നെയാണ് സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിലൂടെ താങ്കൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു അല്ലെ? തീർച്ചയായിട്ടും. ഇതിനു വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞൊരു കാര്യം, സ്കൂളിൽ അതായത് പൊതുവെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്. രക്ഷാകർത്താക്കൾക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചൊരു വലിയ വളരെ തെറ്റായ ഒരു കാഴ്ചപ്പാടുണ്ട്. സ്കൂളിന്റെ ഗേറ്റ് കടത്തി അകത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം അധ്യാപകരുടെ ചുമതലയാണ്. അവരൊരു നല്ല പ്രോഡക്റ്റ് ആക്കി കുട്ടിയെ എങ്ങനെ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് രക്ഷാകർത്താക്കളുടെ ഒരു കാഴ്ചപ്പാട്. അത് മാറേണ്ടിയിരിക്കുന്നു. സ്കൂളിലെ അധ്യാപകരും അല്ലെങ്കിൽ സ്കൂളിലെ അധ്യാപക സംഘവും വീട്ടില് രക്ഷിതാക്കളും അടങ്ങുന്ന ഒരു സഹകരണ മനോഭാവത്തിന് മാത്രമേ കുട്ടിയെ ഒരു നല്ല പ്രൊഡക്റ്റ് ആക്കി മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ രക്ഷിതാക്കൾക്കും കുറച്ചും കൂടെ സാറി പറഞ്ഞതുപോലെ തന്നെയുള്ള ബോധവൽക്കരണങ്ങൾ കൊടുക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. 100% ശരിയാണ്. അപ്പൊ ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഇന്നത്തെ സാഹചര്യം ഒരു കൊച്ചു കുടുംബമാണല്ലോ.
അപ്പോൾ ഒന്നിൽ വീട്ടിൽ അച്ഛൻ സ്ഥലത്തുണ്ടാവില്ല, അച്ഛൻ എവിടെയെങ്കിലും ജോലിയുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ ഔട്ടാവിലിരിക്കാം, അതല്ലെങ്കിൽ മറ്റുള്ള കൺട്രി എന്തെങ്കിലും ആവാം, ചിലപ്പം ഗവൺമെന്റ് ജോലിയാവാം, ചിലപ്പോൾ അമ്മയ്ക്കും ഇതായിരിക്കും സ്ഥിതി. അപ്പൊ ഈ പരിമിതമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഒരു കുട്ടിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ ഇന്ന് രക്ഷിതാക്കൾക്ക് സമയമില്ല. തന്നെയുമല്ല, വേറൊരു പ്രധാനമായ ഒരു ഘടകമെന്ന് പറയുമ്പോൾ ഇന്ന് രക്ഷിതാക്കളെ കുറ്റം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, സമൂഹത്തില് ഇന്ന് എന്താണ് എല്ലാവരും ലക്ഷ്യമിടുന്നത്? സമ്പത്താണ്. സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ എഴുന്നേറ്റ് നമുക്കൊരു 1000 രൂപ കൊടുത്തിട്ട് 10,000 രൂപ എങ്ങനെ സമ്പാദിക്കാൻ കഴിയുമെന്നുള്ള പണത്തോടുള്ള അതിമോഹമാണ് ഇതിനൊക്കെ പ്രധാനമായിട്ടൊരു ഘടകം. അപ്പൊ ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആ അമ്മയ്ക്കായാലും അച്ഛനായാലും ആ കുട്ടിയോടൊപ്പം സ്കൂൾ കാര്യങ്ങളോ അവിടെ നടന്ന സംഭവങ്ങളോ ചർച്ച ചെയ്യാൻ സമയമില്ല, കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഒന്നുമില്ലെങ്കിൽ ഞാനിവിടെ എന്റെ രക്ഷിതാക്കളോട് പറയാറുണ്ട്, നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന രാത്രി സമയത്തെങ്കിലും കുട്ടികളോടൊപ്പം 1/2 മണിക്കൂർ ഇരുന്ന് ഫുഡ് കഴിക്കണം. ഇരുന്ന് സ്കൂളിൽ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യണം. ഇതൊന്നും ചർച്ച ചെയ്യപ്പെടാത്തത് കൊണ്ടാണ് രക്ഷിതാക്കളും മറ്റുള്ളവരും ഈ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഒരു ചർച്ചയ്ക്ക് വിഷയമാക്കാത്തത്. പലപ്പോഴും കുട്ടികൾക്ക് സ്കൂളിൽ നടന്ന പല കാര്യങ്ങളെ കുറിച്ചും രക്ഷിതാക്കളോട് പറയാനുണ്ടാവും, പക്ഷെ സമയമില്ല. ആ സമയമില്ലായ്മയാണ് ഇത്തരത്തിലുള്ള വലിയ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ കുട്ടികളെ ചെന്നെത്തിക്കുന്നത്. തന്നെയുമല്ല, ഇന്നത്തെ സീരിയലുകൾ വീട്ടിൽ ഒരു അമ്മയ്ക്ക് സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കുട്ടി വരുമ്പോ അമ്മ തീർച്ചയായിട്ടും ഈ കുട്ടിയോടൊപ്പം ചർച്ച ചെയ്യാനുള്ള സമയമില്ല. ആ സമയത്തായിരിക്കും അവിടെ സീരിയൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടി ഗേറ്റ് കടന്നു വരുമ്പോൾ, ഡോറിന്റെ അടുത്ത് വരുമ്പോൾ അമ്മയുടെ കയ്യിൽ റിമോട്ട് കയ്യിലുണ്ടാവും. എല്ലാരെയും പറയുമല്ലോ ഞാൻ, സമയമുള്ളവരുടെ കഥ പറഞ്ഞത്. അപ്പൊ ഉടനെ ഈ കുട്ടി എന്താ ചെയ്യുന്നത്? അപ്പൊ അമ്മ ഉടനെ ഈ കുട്ടിയും ബാഗ് അവിടെ വെച്ചിട്ട് അമ്മയോടൊപ്പം റിമോട്ട് എടുത്തിട്ട് ആ സീരിയൽ കാണാനായിരിക്കുന്നത്. പക്ഷെ അതല്ല വേണ്ടത്. ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അമ്മ ആ സമയത്തെങ്കിലും അമ്മ റിമോട്ട് മാറ്റി വെച്ചിട്ട് കുട്ടിയോടൊപ്പം ഫസ്റ്റ് സ്കൂളിൽ നിന്ന് വന്ന കുട്ടിയാണ്, ഫസ്റ്റ് ബാത്റൂമിൽ പോയി ഡ്രസ്സുകൾ ഊട്ടി വെച്ച് കുളിച്ച് ഫ്രഷായിട്ട് വരാൻ ഫസ്റ്റ് അഡ്വൈസ് ചെയ്യണം. അത് പല അമ്മമാരും ചെയ്യാറില്ല എന്നാണ് എന്റെ കാഴ്ചപ്പാട്. ഇവിടെ വരുന്ന രക്ഷിതാക്കളുടെ കംപ്ലൈന്റിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുന്നത് കുട്ടികൾ അമ്മമാർ പറഞ്ഞാൽ കേൾക്കുന്നില്ല. എന്താ ഇതിന്റെ കാരണം? അത് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇത് ഏറ്റവും പ്രധാന ഘടകം ഇത് തന്നെയാണ്. കൂടുതലായി നമ്മൾ കുട്ടികളുമായി മിങ്കിൾ ചെയ്യുവാനുള്ള സമയം കണ്ടെത്തണം. തന്നെയുമല്ല, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയെ വാർത്തെടുക്കേണ്ടത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ സ്കൂൾ തലങ്ങളില്ല. പക്ഷേ ഒരച്ഛന്റെയും അമ്മയുടെയും ബ്ലഡിനകത്തുള്ള ആ സ്വഭാവവൽക്കരണത്തില് ഒരു 40% ആ കുട്ടിക്കുണ്ടാവും. തീർച്ചയായിട്ടും. പിന്നെ ഒരു 10% ചുറ്റുപാടിൽ നിന്ന് ആ കുട്ടിക്ക് കിട്ടുന്നതാണ്. എന്റെ സുഹൃത്തുക്കള് അല്ലെങ്കിൽ ചുറ്റുപാടുള്ള സഹപാഠികള്. ബാക്കിയുള്ള 50% സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണ്. ആ സ്കൂള് വളരെ അതിന് യോഗ്യമായ രീതിയിൽ തന്നെ പ്രവർത്തിക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞാൻ അതിനാണല്ലോ പറഞ്ഞത്. ഏറ്റവും നല്ല സമയങ്ങൾ ചെലവിടുന്ന സ്കൂളിലായതുകൊണ്ട് കുറെ കെയർ ചെയ്തുകൊണ്ട് കുട്ടികളെ മാനേജ്മെന്റ് ആയാലും ശരി, സ്കൂൾ തലങ്ങളിലെ അധ്യാപകരായാലും ശരി, സുഹൃത്തുക്കളായാലും ശരി, തീർച്ചയായിട്ടും അവർക്ക് വീണ്ടും അഡ്വൈസ് കൊടുക്കണം. മറ്റ് സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ കാണാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, സ്കൂളിൽ ഒരു കുട്ടിക്ക് ഒരു മേശ, ഒരു കസേര, ആ കുട്ടിക്ക് പഠനത്തിന് ആവശ്യമായിട്ടുള്ള പര്യാപ്തമായിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും സ്കൂൾ ഒരുക്കി കൊടുത്തിരിക്കുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ളതും വളരെ അഭിനന്ദനാർഹവുമായ ഒരു കാഴ്ചപ്പാടാണ്. അത് കൂടാതെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, സ്കൂളിന്റെ ഇത്രയും വർഷത്തെ പ്രവർത്തനത്തിനുണ്ടെങ്കിൽ ഒരു അന്താരാഷ്ട്ര അംഗീകാരം വന്നിട്ടുണ്ട്, ISO അംഗീകാരം വന്നിട്ടുണ്ട്. ഒന്ന് വിശദീകരിച്ച് പറയാമോ? താങ്കൾ അത്തരം അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുമ്പോൾ എന്താണ് ശരിക്കും ലക്ഷ്യം വെക്കുന്നത്? ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഇത് ചെയ്തത് ഒരിടത്ത് ഞാൻ പോയി ഒരു സ്കൂൾ കണ്ടിട്ടില്ല. കാരണം ഞാൻ ആഗ്രഹിച്ചതുമില്ല. എനിക്ക് എന്തൊക്കെയോ ചെയ്യണം, ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള എന്റെ ചിന്താബോധമാണ് ഇത്തരത്തിലൊക്കെ എത്തിക്കാൻ കഴിയും. പലരും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അങ്ങനെയും എന്നോട് ചോദിച്ചത്. അപ്പൊ ആദ്യമായിട്ട് ഞാൻ ചിന്തിച്ചത്, ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ വെറും കുറെ ക്ലാസ് റൂമുകൾ പണിഞ്ഞുകൊണ്ട് കുട്ടികളെ അതിനകത്ത് 10, 35, 40 കുട്ടികളെ അതിനകത്ത് ഇരുത്തിക്കൊണ്ട് പോകുന്നതല്ല ഒരു സ്കൂൾ അന്തരീക്ഷം വേണ്ടത്. തന്നെയുമല്ല, പുത്തൂർ ഗ്രാമീണ മേഖലയാണ്. ഇവിടെ കർഷകരും കശുവണ്ടി തൊഴിലാളികളും ഇഷ്ടിക തൊഴിലാളികളും ഒക്കെ തിങ്ങി പാർക്കുന്ന ഒരു പ്രദേശത്തിന്റെ കേന്ദ്ര ബിന്ദുവായി പുത്തൂർ, കൊല്ലം ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് പുത്തൂര്. മഹത്തരമായ സ്ഥലമാണ്. മഹാനായ ആ ശങ്കരന്റെ ജന്മസ്ഥലം കൂടിയാണല്ലോ പുത്തൂര്. അപ്പം ഇതേ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ആദ്യമായിട്ട് ആലോചിച്ച കുട്ടികളെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടേബിൾ ചെയറിനെ പറ്റി പറഞ്ഞു. കാരണം അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, കുട്ടികളുടെ ഹാൻഡ് റൈറ്റിംഗ് ഡെവലപ്മെന്റ്.
ഒരു ഡെസ്കിലോ ബെഞ്ചിലോ കുട്ടികൾ ഇരുന്ന് ഒരു ബെഞ്ചിൽ ഒരു 5 കുട്ടികൾ ഇരുന്ന് കൊണ്ട് ഡെസ്കിൽ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ട് എഴുതുമ്പോൾ കുട്ടികൾ അടുത്തിരിക്കുന്ന കുട്ടികൾ തട്ടുവിട്ട് വരും. അപ്പൊ കുട്ടിയുടെ ഹാൻഡ് റൈറ്റിംഗ് തന്നെയല്ല, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പം അവർ പരസ്പരം അങ്ങോട്ട് ഇരുന്നോട് കൊച്ചു കൊച്ചു കുസൃതികളെ കാണിക്കും, ഒന്ന് നുള്ളും പിടിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അവരുടെ പഠനത്തിലുള്ള ശ്രദ്ധ നഷ്ടപ്പെടും, ശ്രദ്ധ പാളിപ്പോകും. അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ തീരുമാനിച്ചത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടേബിളും ചെയറും ഫസ്റ്റ് കുട്ടികൾക്ക് ഉണ്ടാകും. ഒന്നത്. രണ്ടാമത്, എല്ലാ ക്ലാസ് റൂമുകളിലും ഞാൻ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ഡിസിപ്ലിൻ ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്. ഞാൻ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ എവിടെ പോയാലും ലാംഗ്വേജിലും ഡിസിപ്ലിനും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകും. ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ മലയാളം നമ്മുടെ മാതൃഭാഷയാണ്. മലയാളം കളയാറില്ല. മലയാളം ടീച്ചറിനോട് മലയാളം തന്നെ പഠിപ്പിക്കണം, മലയാളത്തെ എക്സ്പ്ലെയിൻ ചെയ്യണം. പക്ഷെ മറ്റുള്ള സബ്ജക്റ്റുകളൊന്നും മലയാളത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പാടില്ല. അതിനൊക്കെ ഒരു കാരണമുണ്ട്. നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാരായ പലരും ഇന്ന് കേരളം വിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോൾ, ഇന്റർവ്യൂവിൽ ചെല്ലുമ്പോൾ അവർ ലാംഗ്വേജിലാണ് പുറന്തള്ളപ്പെടുന്നത്. ഭാഷ ഒരു വലിയ വിഷയമാണ്. അവർക്ക് കൈകാര്യം ചെയ്യാൻ ഫ്ലുവൻസി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് കേരളം പോകുന്നത്. പക്ഷെ അത് നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ അതിലുണ്ടായിരിക്കുന്ന ഫാണിച്ച എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരും കഴിവുള്ളവരും കേരളീയരാണ്. പക്ഷെ നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റ് സംഭവിക്കുമോ എന്നുള്ള നമ്മുടെ മനസ്സിലുള്ള ഒരു ഭയമാണ് ഇതിനെല്ലാം കാരണം. അതുണ്ടാവാതിരിക്കാൻ എന്റെ കൊച്ചുകുട്ടികൾക്ക് പോലും LKG തൊട്ട് സ്റ്റാർട്ടിങ് ഞാൻ ഇംഗ്ലീഷിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്, ജനറൽ നോളജിന് ഇംഗ്ലീഷിനും വളരെ ഇമ്പോർട്ടന്റ് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകും. സംസാരിപ്പിക്കുക. അത് സാധാരണ മറ്റു സ്കൂളുകളിൽ, ചില CBSE സ്കൂളുകളിൽ വളരെ കർക്കശമായ നിയമങ്ങളുള്ള സ്കൂളുകളുണ്ട്. ഇംഗ്ലീഷ് സംസാരിച്ചാൽ ഫൈൻ, അത്തരം എന്തെങ്കിലും ഒരു ഇല്ല, അത്തരത്തിലൊന്നുമില്ല. ഞാൻ ഫൈനൊന്നുമില്ല. ടീച്ചർമാർക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള അവരെ വിളിച്ചിട്ട് സംസാരിക്കും. അത് ചെയ്യാൻ പാടില്ല. കുട്ടികൾക്ക് ഫൈനോ അത്തരത്തിൽ ചെയ്യാറില്ല. പിന്നെ അതിനുപരി ഞാൻ ഇവിടെ ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ സപ്പോസ് പഠനം മാത്രമല്ല, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇവിടെ കോഴി വളർത്തലുണ്ട്, കൃഷിയുണ്ട്, പച്ചക്കറി എല്ലാ കൃഷികളും ഉണ്ട്. പിന്നെ അതിനപ്പുറം ക്ലബ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഓരോ ക്ലബ്ബ് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം, നമ്മൾ കൃഷിയെ സംബന്ധിച്ച് ഈ ഓണക്കാലമാണ്. നമ്മൾ നിരന്തരമായ പത്രങ്ങളിലും ചാനലിലും കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഇന്ന് നമ്മൾ പച്ചക്കറികൾക്ക് മലിന പദാർത്ഥങ്ങളെ പറ്റി നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. കർണാടകവും തമിഴ്നാടും നമ്മളെ അനുഗ്രഹിച്ചില്ലെങ്കിൽ നമുക്ക് പച്ചക്കറിയില്ല, അരിയുമില്ല. ഇന്ന് കേരള വൃക്ഷങ്ങളുടെ നാടായിരുന്ന കേരളത്തിന്റെ സ്ഥിതി എന്തായി? ഇന്ന് റബ്ബർ മരങ്ങളുടെ നാടായി മാറിയിരിക്കുന്നു. ഒരു തേങ്ങയ്ക്ക് 28 രൂപ മാറിയിരിക്കുന്നു. മനോഹരമായ തെങ്ങെല്ലാം മുറിച്ച് എല്ലാവരും റബ്ബർ നട്ടിരിക്കുന്നു. അപ്പൊ ഇനി വരുന്ന കാലഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്താ? നമ്മൾക്ക് ഇനി ഇതിനൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ റബ്ബറിന്റെ കായെടുത്ത് ഭക്ഷിക്കേണ്ട ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടാവും. അത് പറ്റത്തില്ലല്ലോ. അത് സംഭവിക്കാൻ പറ്റില്ല. അതിന് വേണ്ടത് നമ്മൾ കുറേയും കൂടി ഒരു 2 സെന്റിയുള്ളോ 5 സെന്റിയുള്ളോ ഒരു ചാക്കിനകത്ത് മണ്ണ് നിറച്ചുകൊണ്ട് ഒരു പാവലോ പടവലോ അല്ലെങ്കിൽ തക്കാളിയോ പച്ചമുളകോ നടാമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. ഇന്ന് ആർക്കും ഇതിനൊന്നും സമയമില്ല. ഇന്നെല്ലാം പാഴ്സൽ വരുന്നത് കൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ആഡംബര ജീവിതത്തിലേക്കാണ് ആളുകൾ കടന്നു പോകുന്നത്. പക്ഷെ അതിനൊരു മാറ്റമുണ്ടാവണം. പൂർവമായിട്ടുള്ള നമ്മുടെ കേരളത്തിന്റെ സംസ്കാരത്തെ, നമ്മുടെ കൃഷിയെ വാർത്തെടുക്കുവാൻ നമ്മൾ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതിന്റെ അതുകൊണ്ട് സ്കൂളിൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. പച്ചക്കറി കൃഷി ഫുള്ളുണ്ട്. ഇവിടെ പാവയ്ക്കുണ്ട്, പടവലങ്ങയുണ്ട്, മുളകുണ്ട്, തക്കാളിയുണ്ട്. പിന്നെ അതിനുപോലെ മീൻ വളർത്തലുണ്ട്, കോഴി വളർത്തലുണ്ട്, പശു വളർത്തലുണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം കുട്ടികളെ ഇംഗ്ലീഷ് ജയിക്കാറുണ്ട്. ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടി നമ്മുടെ ചുറ്റുപാടിനെ നന്നായി അറിഞ്ഞ് വിദേശത്ത് പോയാൽ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും നന്നായി ഭാഷ സംസാരിച്ച് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇവിടുത്തെ ഒരു പ്രോഡക്റ്റ് ആണ് എന്ന് ലോകം അറിയുന്ന തരത്തിലേക്ക് സ്കൂളിനെ മാറ്റുക. അതാണ് എന്റെ ലക്ഷ്യം. സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിൽ പഠിച്ച കുട്ടിയാണെന്ന് തിരിച്ചറിയണം ഇവിടെ ചെന്നാൽ. തന്നെയുമല്ല, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കഴിവുകളും ആ കുട്ടിയിൽ ഉണ്ടായിരിക്കണം. ഇപ്പൊ ഒരു കുട്ടി കൃഷി എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പം ഏതൊരു മേഖല എടുത്ത് പരിശോധിച്ചാലും സിദ്ധാർത്ഥയുടെ കുട്ടികൾ കഴിവുള്ള കുട്ടികളായി വളർത്തിയെടുക്കാൻ കഴിയണം. സമഗ്രമായ വികസനം കേരളത്തിലെമ്പാടും വലിയൊരു ചർച്ച നടക്കുകയാണ്. താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവന്റെ ആ ഒരു വലിയ സന്ദേശം, മദ്യം ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. പക്ഷെ അത് പലപ്പോഴും പ്രായോഗികമായിട്ട് നടന്നിട്ടില്ല ഇതുവരെ കേരളത്തിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ. പക്ഷെ ഇപ്പൊ ചില മാറ്റങ്ങൾ വരികയാണ്. അപ്പം അടുത്തിടയ്ക്ക് താങ്കൾ
മദ്യവർജനവുമായി ബന്ധപ്പെട്ട് ചില പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ഇപ്പൊ ചർച്ചയായിരിക്കുന്നതൊക്കെ അതിന്റെയൊക്കെ വേര് അതാണെന്ന് തോന്നുന്നു. ഒന്ന് വിശദീകരിച്ച് പറയാമോ? ജനുവരി മാസം 22-ാം തീയതി ശിവഗിരിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒരു ഗുരു സന്ദേശ യാത്ര കേരളത്തിന്റെ 14 ജില്ലകളിൽ സഞ്ചരിച്ച് മദ്യത്തിനെതിരെ ഒരു സന്ദേശയാത്ര നടത്തിയിരുന്നു. മദ്യം ശ്രീനാരായണ ഗുരുദേവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അരുതേ എന്ന് പറഞ്ഞത് 2 കാര്യമാണ്. ഗുരുദേവൻ മദ്യം ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്, ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. പല കാര്യങ്ങളും ശ്രീനാരായണ ഗുരുദേവൻ ഉദ്ബോധനം ചെയ്തെങ്കിലും ഈ ഒരു കാര്യമാണ് ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ജനങ്ങൾക്ക് ആഗ്രഹിച്ചത്. ദൗർഭാഗ്യവശാൽ നടന്നിട്ടില്ല. ശരിയായില്ല. തീർച്ചയായിട്ടും അത് പ്രാവർത്തികത്തിൽ കൊണ്ടുവരാൻ കഴിയാതെ പോയി എന്നുള്ളതും ഒരു ദുഃഖകരമായ ഒരു അവസ്ഥ തന്നെയാണ്. ഇതിനെതിരെയാണ് ഞങ്ങൾ ശിവഗിരി മഠത്തിന്റെ നേതൃത്വത്തിൽ, സന്യാസി ജ്യേഷ്ഠന്മാരുടെ നേതൃത്വത്തിൽ, ഞാനത് ജനറൽ കൺവീനറുമായിരുന്നു, ഒരു 15 ദിവസത്തെ ഗുരു സന്ദേശ യാത്ര സംഘടിപ്പിക്കുകയും കണ്ണൂർ ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച സന്ദേശയാത്ര ഏകദേശം 15 ദിവസം കൊണ്ട് 1500-ൽ പരം സ്ഥലങ്ങളിൽ സന്ദർശിക്കുകയും സ്വീകരണങ്ങളും ബോധവൽക്കരണ പരിപാടികളും നടത്തിക്കൊണ്ട് അരവിപ്പുറത്ത് വന്ന് അവസാനിക്കുകയും ചെയ്തു. ആ പ്രവർത്തനമാണ് ഒരു പരിധിവരെ ഇന്ന് മദ്യം നിരോധിക്കുവാൻ കേരളത്തില് സഹായകമായി തീർന്നത്. തന്നെയുമല്ല, മുഖ്യമന്ത്രി പോലും മറ്റുള്ള പ്രധാനപ്പെട്ട ആളുകൾ പോലും ചർച്ചയ്ക്ക് വിഷയമായി കഴിഞ്ഞു. ഇത് ശിവഗിരി മഠത്തിന്റെ നേതൃത്വത്തിലുള്ള ഗുരുഭക്തർ നടത്തിയ പ്രക്ഷോഭണത്തിന്റെ ഒരു ഫലമാണ് ഇത് എന്ന് പറയുകയുണ്ടായി. തീർച്ചയായിട്ടും ഞങ്ങൾക്കത് അഭിമാനമുണ്ട്. ഒരു സമൂഹത്തിന് വേണ്ടി ഇത്രയൊക്കെ കാര്യങ്ങൾ, കുറച്ചെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാൻ ശിവഗിരി മഠത്തിനും അതുപോലെ തന്നെ ശ്രീനാരായണ ഭക്തർക്കും കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അഭിമാനിക്കാവുന്ന ഒന്നാണ്. അത്തരം ഒരു സംരംഭത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളെന്നുള്ള നിലയ്ക്ക് തന്നെ മറ്റൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഈ മദ്യവർജനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ സമ്പൂർണ്ണ മദ്യനിരോധനം മദ്യാസക്തി കുറയ്ക്കില്ല എന്നൊരു കാഴ്ചപ്പാടോടെ നമ്മുടെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ രംഗത്ത് വന്നിട്ടുണ്ട്. എന്താണ് താങ്കൾക്ക് അഭിപ്രായം അക്കാര്യത്തിൽ? അത് തീർച്ചയായിട്ടും തെറ്റാം. ഉദാഹരണമായിട്ട് പുകവലി തന്നെ പറയാം. പുകവലി ഉണ്ടാവരുത്, അത് വളരെ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒന്നാണ് പുകവലി. പുകവലിയിൽ നിന്നുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ നമ്മൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ആ പുകവലി പൊതുവേദികളിലെല്ലാം നിർത്തിയതിനു ശേഷം തീർച്ചയായിട്ടും എന്തെല്ലാം മാറ്റങ്ങളായി സമൂഹത്തിലുണ്ടായത്? അതിന് ഇത് തന്നെയായിരുന്നു ഒരു ചർച്ചയുണ്ടായത്. പക്ഷേ ഇന്ന് ഈ പരിപൂർണമായിട്ടും മദ്യപാനം നിർത്തലാക്കാമെങ്കിൽ ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾക്ക് ഒരു പരിധി വരെ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന എനിക്ക് പറയാനുള്ള ഒരു കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ ബാറുകളുടെ എണ്ണത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇപ്പോൾ ഒരു 418 ബാറുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നു, 300 സംതിങ് ബാറുകൾ അടച്ചിട്ടിരിക്കുന്നു. പക്ഷെ ഇത് പരിപൂർണമായിട്ട് എല്ലാ ബാറുകളും ഒന്ന്. അതുപോലെയാണ് മയക്കുമരുന്ന്, ലഹരി പദാർത്ഥങ്ങൾ. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ബിവറേജ് കോർപ്പറേഷൻ തുടരുകയാണ്. അല്ല, അതേ പറഞ്ഞ ഗവൺമെന്റിന്റെ ബിവറേജുകളെല്ലാം നിർത്തലാക്കണം. ഞാൻ പറഞ്ഞ ബാറുകൾ മാത്രമല്ല, ഗവൺമെന്റിന്റെ ബിവറേജ് കോർപ്പറേഷൻ ഉൾപ്പെടെ എല്ലാം നിർത്തലാക്കിക്കൊണ്ട് പരിപൂർണമായിട്ടുള്ള AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന ചാരാനിയമം നടപ്പിലാക്കിയല്ലോ, അതേപോലെ ഇത് നടപ്പിലാക്കാമല്ലോ. വേണമെങ്കിൽ ബിയർ ബാറുകൾ പ്രസംഗിക്കുള്ളൂ, അത് വലിയൊരു പ്രശ്നം വരുന്നില്ല. പക്ഷേ മറ്റുള്ളതെല്ലാം പരിപൂർണമായിട്ട് നിർത്തലാക്കിക്കൊണ്ട് പോയാൽ ഈ കേരളമെന്ന അല്ലെങ്കിൽ സമൂഹം മൊത്തം നല്ലൊരു മാർഗത്തിലേക്ക് തിരിയാൻ കഴിയുമായിരിക്കും. യാതൊരു സംശയവുമില്ല. ഇത് എന്ത് പ്രതിസന്ധികൾ ഉണ്ടായെങ്കിൽ തന്നെയും ഇത് നിർത്തലാക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് ഒരഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും താങ്കളെ പോലുള്ള ആൾക്കാർ മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട് മദ്യം വർജിക്കണം എന്നൊരു സന്ദേശം സമൂഹത്തിന് കൊടുക്കുന്നതിന്റെ ഭാഗമായി തുടങ്ങി വെച്ച ആ സംരംഭം നല്ല രീതിയിൽ അവസാനിക്കട്ടെ, അതൊരു നല്ല ഫലം ഉണ്ടാകട്ടെ എന്ന് വ്യക്തിപരമായിട്ട് നമ്മളും ആഗ്രഹിക്കുകയാണ്. ശിവഗിരിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വളരെ ഊർജ്ജസ്വലമായ ഒരു കാഴ്ചപ്പാടാണ് താങ്കൾക്കുള്ളത്. കുറച്ചു കാലം ശിവഗിരിയിൽ മുടങ്ങിക്കിടന്ന അന്നദാനം ഒക്കെ പുനരുജ്ജീവിപ്പിച്ചത് താങ്കളുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ അത് വിശദീകരിക്കാം. എനിക്ക് അതിനകത്തൊരു വലിയ സന്തോഷമുണ്ട്. കാരണം ശിവഗിരിയെ സംബന്ധിച്ചിടത്തോളം ശിവഗിരി വന്ന് നാനാജാതിയിൽപ്പെട്ട ആളുകൾ വന്നു പോകുന്ന ഒരു മഹാസ്ഥാനമാണ് ശിവഗിരി മഠം. ഈ ശിവഗിരിയിലെ ശ്രീനാരായണ ഗുരുദേവന്റെ കാലത്ത് അന്നദാനം വരുന്ന എല്ലാ ഭക്തർക്കും ഇവിടെ അന്നം കൊടുക്കുന്ന, ആഹാരം കൊടുക്കുന്ന ഒരു പൂജ എന്ന് പറയുന്ന ഒരു പൂജ ഉണ്ടായിരുന്നു. അതിനുശേഷം കുറെ കാലങ്ങൾക്ക് ശേഷം അത് അടഞ്ഞു കിടന്നിരുന്നു. അത് അടഞ്ഞു കാരണം അവിടുത്തെ സാമ്പത്തിക പ്രശ്നമായിരുന്നു. പക്ഷേ ഞാൻ ഈ 5 വർഷക്കാലം കൊണ്ട് ശിവഗിരിയില് അവിടുത്തെ ഒരു സന്യാസി ജ്യേഷ്ഠന്മാരോടൊപ്പം നിന്നുകൊണ്ട്
അവിടുത്തെ ഒരു ആളെന്ന നിലയിൽ തന്നെ പ്രവർത്തിക്കുവാൻ എനിക്കൊരു അവസരം കിട്ടിയത് ശ്രീനാരായണ ഗുരുദേവന്റെ നിയോഗം കൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഗുരുപൂജയെ പറ്റി അറിയുവാനും ഇത് മുടങ്ങിക്കിടക്കുക എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ഞാനത് തുടങ്ങി വെച്ചു. ആ തുടങ്ങി വെച്ചത് 5 വർഷം കൊണ്ട് കണ്ടിന്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുക. തന്നെയുമല്ല, പച്ചക്കറി കഴിഞ്ഞ വർഷം തൊട്ട് ഇവിടെ തന്നെ പച്ചക്കറി ഉത്പാദിപ്പിച്ചുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ ഗുരുവായൂരിന്റെ കാലഘട്ടത്തിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. തേങ്ങയായാലും മറ്റുള്ള പച്ചക്കറി വിഭവങ്ങളായാലും ആളുകൾ കൊണ്ടുപോയി ഇവിടെ കാഴ്ചവെക്കുമായിരുന്നു. അതൊക്കെ കുറെ നാളുകൾ കൊണ്ട് ഇല്ലാതിരുന്നതാ. അതും കഴിഞ്ഞ വർഷം ഞാൻ തുടങ്ങി വെച്ചു. പച്ചക്കറി കൃഷി ചെയ്ത് ഈ കാമ്പസ് കൃഷി ചെയ്ത് ഇവിടുന്ന് ഒരു ലോഡ് പച്ചക്കറിയായിട്ടാണ് ശിവഗിരിയിലെത്തുന്നത്. അത് ഗുരുദേവന് കാണിക്ക് സമർപ്പിക്കുക ചെയ്തത്. അപ്പം അതൊരു മാതൃകയായി മാറി. തന്നെയല്ല, ഗുരുദേവനെ വഹിച്ചു കൊണ്ടുവരുന്ന രഥം ഞാനാണ് ഒരു 4-5 വർഷം കൊണ്ട് ഞാനാണത് ചെയ്തു കൊടുത്തത്. വലിയൊരു ഭാഗ്യം പോലെ തന്നെ. തീർച്ചയായിട്ടും എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഈ ഗുരുദേവനെ വഹിച്ചുകൊണ്ടുള്ള ഈ നമ്മുടെ യാത്രയിലൂടെ കടന്നു വരുന്ന ഈ രഥം ഞാനാണ് അതിന് ഫുൾ ചെലവും എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് എനിക്ക് ഗുരുദേവൻ തന്ന ഏറ്റവും, എനിക്ക് ഇതിനപ്പുറത്തേക്ക് ഇനി കിട്ടാനൊന്നുമില്ല. അത്രയൊരു മഹാഭാഗ്യമാണ് എനിക്ക് കിട്ടിയത്. ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നവരാണ്. നമ്മൾ നേരത്തെ മിനിമോൾ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞു. അർഹരിലേക്ക് സഹായങ്ങൾ എത്തേണ്ട രീതിയിലാണ് അതിന്റെ പ്രവർത്തനം ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. വളരെ മാതൃകാപരമായ ഒരു കാര്യമാണ്. എന്തൊക്കെയാണ് ശരിക്കും മിനിമോൾ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ? ഇതിനകത്ത് ഞങ്ങൾ മാർച്ച് 1 എല്ലാ വർഷവും മാർച്ച് 1 തന്നെയാണ് ഞങ്ങളുടെ വാർഷികം. മരിച്ച ദിവസം അതിനൊരു മാറ്റവുമില്ല. അന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖ വ്യക്തികൾക്ക് വേണ്ടി ഒരു സത്കീർത്തി പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 55,555 രൂപയും ഖാനായി കുഞ്ഞിരാമൻ സാർ രൂപകൽപ്പനയുടെ ശില്പവും പ്രശസ്തി പത്രവുമാണ് ആ ഒരു അവാർഡ്. അത് ആദ്യമായിട്ട് ഞങ്ങൾ നൽകിയത് ONV സാറിനായിരുന്നു. രണ്ടാമത്തെ മധു സാറിന് കൊടുത്തു, മൂന്നാമത്തെ മാധവൻ നായർ സാറിന് കൊടുത്തു, നാലാമത്തെ സുഗതകുമാരി ടീച്ചർ, അഞ്ചാമത്തെ സാനു മാസ്റ്റർ, ആറാമത്തെ നമ്മുടെ കായിക ചിത്രം. എല്ലാ മേഖലകളിലും ശാസ്ത്രം, സംഗീതം തുടങ്ങി എല്ലാ മേഖലകളിലെയും പരിഗണിച്ചുകൊണ്ടാണ് ആ അവാർഡ് ഞങ്ങൾ കൊടുത്തത്. അതിനോടൊപ്പം നിരവധി അവാർഡുകളുമുണ്ട്. 1-2 അവാർഡല്ല, സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രതിഭകളെ കണ്ടെത്തുക, അവരെ ആദരിക്കുക, അവർക്ക് അവാർഡ് കൊടുക്കുക, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള അവാർഡ് കൊടുക്കുക, അതൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ്. തന്നെയല്ല, വിധവാ പെൻഷന്, സ്കോളർഷിപ്പുകൾ, ഭവന നിർമ്മാണം ഞങ്ങൾ ഒരു വർഷത്തിൽ 2 ഭവനം മാത്രമാണ് നിർമ്മിക്കാറുള്ളത്. അതിനപ്പുറത്തേക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. ഒരു വർഷം 60 ലക്ഷം രൂപയോളം ചാരിറ്റിക്ക് വേണ്ടി മാറ്റുന്നുകൊണ്ട്. അപ്പം അതിനപ്പുറത്തേക്ക്, കാരണം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുത്തിരിക്കുന്ന വിദ്യാഭ്യാസപരമായുള്ള കുട്ടികളെ സഹായിക്കുക, അതാണല്ലോ ഏറ്റവും വലിയ സേവനം. അതിനോട് മാതൃ സേവനം. ഒരാൾക്ക് മരുന്ന് വാങ്ങിക്കാൻ മാർഗമില്ലാതെ മന്ത്ലി സ്കീം ഉണ്ടല്ലോ, 1000 രൂപ 2000 രൂപ വെച്ചിട്ടുള്ള മന്ത്ലി സ്കീമാണ്. അങ്ങനെ 10-25 പേർക്ക് വെച്ച് കൊടുക്കുന്നു. ഇത് നമ്മൾ ഒരുപാട് പ്രമുഖർക്ക്, കേരളത്തിലെ പ്രമുഖർക്ക്, പല മേഖലയിലുള്ള പ്രമുഖർക്ക് ഒരുപാട് അവാർഡുകൾ മിനിമോൾ ചാരിറ്റബിൾ ട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം സാരഥ്യം വഹിക്കുന്ന താങ്കളെ തേടി ഒരുപാട് പുരസ്കാരങ്ങൾ എത്തിയിട്ടുണ്ട്. ഇത്രയും വലിയ തിരക്കുകൾക്കിടയിലും താങ്കൾ ഒരു ഡോക്ടറേറ്റ് എടുത്തു. ഇതെല്ലാം എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ മനുഷ്യ ജന്മത്തിന് ഒരുപാട് തിരക്കുകൾക്കിടയിൽ ഇത്തരം കാര്യങ്ങൾ കൂടെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് സാധാരണക്കാരൻ്റെ സംശയം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പുരസ്കാരങ്ങളെ പറ്റി ഒന്ന് പറയാം. അല്ല, ഇതിനൊരു സംശയവും വേണ്ട. കാരണം ഞാൻ ആദ്യം തന്നെ പറയാം, ഡോണ്ട് വേസ്റ്റ് ഇറ്റ് ടൈം. ടൈം ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ യുവർ ലൈഫ്. എല്ലാവർക്കും സമയമുണ്ട്. പക്ഷേ ആ ടൈം ഷെഡ്യൂൾ കീപ്പ് ചെയ്തുകൊണ്ട് ഒരു കാര്യങ്ങൾക്ക് നമ്മൾ തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ടൈമിനെ സംബന്ധിച്ച്. പിന്നെ അവാർഡുകളെ പറ്റി പറയുകയുണ്ടായി. എനിക്ക് ഒരുപാട് അവാർഡുകൾ, ശരിയാണ്, ഒരുപാട് അവാർഡുകൾ ഈ കഴിഞ്ഞ വർഷം. സ്കൂളിലേക്ക് വരികയാണെങ്കിൽ സ്കൂളിലെ പലയിടത്തായിട്ട് താങ്കൾക്ക് കിട്ടിയ അവാർഡുകൾ ഇങ്ങനെ ധാരാളമായിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് തന്നെ സംശയം തോന്നും, എത്ര പുരസ്കാരങ്ങളാണ് ഈ മനുഷ്യനെ തേടി വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു പുകഴ്ത്തലായിട്ട് ചെറിയ വലിയ മനുഷ്യനാണ് എനിക്ക് പറയാൻ തോന്നിയത്. അല്ല, എനിക്ക് കഴിഞ്ഞ വർഷം ഞാൻ ഡോക്ടർ അംബേദ്കർ അവാർഡ് കേരള ഗവർണർ നിതീഷ് കുമാറിൽ നിന്നാണ് ഏറ്റുവാങ്ങിയത്. ഞാൻ അതിനുശേഷം ഒരു തീരുമാനമെടുത്തു, അവാർഡുകൾ ഇനി ഏറ്റുവാങ്ങുന്നില്ല. ഒരുപാട് അവാർഡുകൾ എപ്പോഴും വന്നു, ഒരുപാട് വന്നു. പക്ഷെ എല്ലാവരോടും പറയുന്നത് എനിക്ക് അവാർഡ് തരില്ല. എന്നേക്കായി നല്ല വ്യക്തിത്വമുള്ള ആളുകൾ ഈ സമൂഹത്തിൽ ഒത്തിരി ആളുകളുണ്ട്. നിങ്ങൾ അവർക്ക് അവാർഡ് കൊടുക്കാൻ പറയും. ഞാൻ വേണമെങ്കിൽ ആ ചടങ്ങിലെത്താം, അവിടെ പങ്കെടുക്കാം.
പക്ഷെ അവാർഡുകളും ആദരിക്കലും ചടങ്ങുകൾ നിർത്തണം എന്ന് ഞാൻ അവാർഡുകൾ അങ്ങനെ തിരസ്കരിക്കേണ്ട കാര്യമില്ല. നമ്മള് തിരസ്കാരമല്ല, എന്നേക്കായി അർഹതപ്പെട്ട എത്രയോ ആളുകൾ ഈ സമൂഹത്തിൽ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം പലരെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട എങ്ങനെയാണ്? അർഹതയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അപ്പൊ അത്തരത്തിൽ അവരെ തീർച്ചയായിട്ടും ഒരു അവാർഡ് താങ്കളെ പോലെ ഒരാൾക്ക് സമ്മാനിക്കാൻ തീരുമാനമെടുക്കും. താങ്കൾ തന്നെ താങ്കളുടെ മിനിമോൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു അവാർഡ് ഒരു പ്രമുഖ വ്യക്തിക്ക് കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സമഗ്രമായ സംഭാവനകൾ ഒരു മേഖലയിൽ പരിഗണിച്ചാണ് എന്നതുപോലെ ഓരോ മേഖലയിലും താങ്കൾ കൈവച്ച മേഖലയിലെല്ലാം കഴിവ് തെളിയിച്ച ഒരാളാണ്. അപ്പം ജീവകാരുണ്യ പ്രവർത്തകൻ എന്ന നിലയ്ക്കാണെങ്കിലും വ്യവസായ പ്രമുഖൻ എന്ന നിലയ്ക്കാണെങ്കിലും എല്ലാം അത് വ്യക്തമാണ് എന്തിവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പം അവരെ അവാർഡ് കമ്മിറ്റി പരിഗണിക്കുമ്പോൾ, അവാർഡ് കൊടുക്കുന്നവര് പരിഗണിക്കുമ്പോൾ അതിൽ ശരിയെന്ന് തോന്നുന്നത് കൊണ്ടാണല്ലോ അവര് അവാർഡ് തരുന്നത്. അപ്പൊ അത് തിരസ്കരിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. തിരസ്കാരമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം തന്നെ ഇതാ പറഞ്ഞത്. കാരണം അവാർഡുകൾ പലരും യഥാർത്ഥത്തിൽ ചില അവാർഡുകളൊക്കെ സുതാര്യമല്ല. അവാർഡുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ എങ്കിൽ അർഹതപ്പെട്ട ഒരുപാട് അവാർഡുകളുണ്ട്. അതിനകത്ത് ഈ വിരളമായ അവാർഡുകളായിരിക്കും സുതാര്യമല്ലാത്ത അവാർഡ്. ഏതായാലും ഞാൻ അതുകൊണ്ടൊന്നുമല്ല നിസ്കരിച്ചതുമല്ല. എന്നേക്കാൾ ഞാൻ പറഞ്ഞല്ലോ, അർഹതപ്പെട്ട എത്രയോ ആളുകൾ സമൂഹത്തിലുണ്ട്. നമുക്ക് തന്നെ അറിയാം, ജ്ഞാനപീഠം കിട്ടാൻ വേണ്ടി ONV അവർക്ക് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അവരെ തേടിയെത്തിയത്, ഇല്ലേ? ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇതുകൊണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ മേഖലകളിലുണ്ട്. അപ്പൊ അവരെ കൂടി സഹായിക്കുക, അവരെ കണ്ടെത്തുക, അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിന് പകരം ഞാൻ തന്നെ സജഷൻ ചെയ്യാറുണ്ട്. എന്റെ തേടിയെത്തുന്ന അവാർഡുകളിൽ ഞാൻ എന്റെ അഭിപ്രായം കൊണ്ട് പറയാറുണ്ട്. ഇത് കൊള്ളാമല്ലോ, ഇതൊന്ന് നോക്കൂ എന്ന് അവരോട് പറയാറുണ്ട്. അത് തിരഞ്ഞെടുക്കേണ്ടത് അവരാണ്. ഇതാണ് ഞാൻ എടുത്ത തീരുമാനം. മറ്റൊന്നും മിനിമോൾ ചാരിറ്റബിൾ ട്രസ്റ്റ് വളരെ പ്രസിദ്ധമാണ്, പലതുകൊണ്ടും പ്രസിദ്ധമാണ്. ഈ മിനിമോൾ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേര് കേൾക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ പത്രത്തിലൊക്കെ അല്ലെങ്കിൽ ചാനലുകളിലൊക്കെ ശരിക്കും താങ്കൾ അതിന്റെ സാരഥ്യമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രവർത്തനങ്ങളൊക്കെ വരുമ്പോൾ പലരും സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ അത്യധികം സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഭാര്യയുടെ പേരിൽ ഒരു ട്രസ്റ്റ് തുടങ്ങി കുറെ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ശരിക്കും വലിയൊരു വേർപാട് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ മകളെ ഏൽപ്പിച്ചിട്ടാണ് ഭാര്യ പോയത്. എങ്ങനെയാണ് ഒരു കുടുംബസ്ഥൻ എന്നുള്ള നിലയിൽ, ഒരു പിതാവ് എന്നുള്ള നിലയിൽ എങ്ങനെയാണ് മകളോടുള്ള ആ ബന്ധം? തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് അറിയാൻ വലിയ താല്പര്യമുണ്ട്. മിനി മരിക്കുമ്പോൾ ഗോപിക 5th സ്റ്റാൻഡേർഡിലാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ സ്കൂളും ഒക്കെ സ്ഥാപിച്ചത്. അപ്പൊ മോൾക്ക് വേണ്ടിയാണ്, യഥാർത്ഥം ഞാൻ പറഞ്ഞല്ലോ, മോൾക്ക് വേണ്ടിയാണ് ഈ സ്കൂൾ തന്നെ സ്ഥാപിക്കുന്നത്. എന്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത്, ഇന്ന് ഞാന് ഒരമ്മയും ഒരച്ഛനുമാണ്. മോളെ അമ്മയും കൂടിയാണ് ഞാൻ. കാരണം മോളെ വളർത്തി ഒരു നല്ല നിലവാരത്തിൽ നല്ല രീതിയിൽ കാഴ്ചപ്പാടുള്ള ഒരു മോളാക്കി വളർത്തണമെങ്കിൽ ഒരമ്മയുടെ ഏറ്റവും പ്രധാനമായ ഒരു, പ്രത്യേകിച്ച് പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു അമ്മയുടെ സഹായം അത്യന്താപേക്ഷിതമാണ്. പക്ഷെ അവിടെയും ഞാൻ വിജയിച്ചു എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇന്നിപ്പോ മോള് +2 പഠിക്കുക, 2nd ഇയർ ആയി. ഞാനിപ്പോ ഹാപ്പിയാ. യഥാർത്ഥം പറഞ്ഞ ഞാനെടുത്ത തീരുമാനങ്ങള് തീർച്ചയായിട്ടും റൈറ്റ് എന്ന് തന്നെയാണ് അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഇപ്പം മകളെ തന്നിട്ട് ഭാര്യ പോകുമ്പോ മറ്റൊരു വിവാഹത്തിന് പിന്നെയും താങ്കൾക്ക് പ്രായം ഉണ്ടായിരുന്നു, അതാണോ ശരി? ഈ എടുത്ത തീരുമാനം റൈറ്റ് ആയി? തീർച്ചയായിട്ടും. ഞാൻ അന്ന് പക്ഷേ ആ സമയങ്ങളിൽ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ നേരിട്ടുണ്ട്, സുഹൃത്തുക്കളിൽ നിന്ന്, എന്റെ ബന്ധുക്കളിൽ നിന്ന്. കാരണം മോളാണ്, പെൺകുട്ടിയാണ്, പറ്റില്ല എന്ന നിലപാടെടുത്ത് പോലും എന്റെ ബന്ധുക്കളെടുത്തു. എന്റെ അച്ഛനും അമ്മയും വളരെ കർശനമായിട്ട് നിലപാടെടുത്തു. എന്നോട് പറഞ്ഞ് നിനക്ക് എത്ര വയസ്സുണ്ടെന്ന് ചിന്തിച്ചു നോക്ക്. പക്ഷേ അപ്പോഴും ഞാൻ തീരുമാനിച്ച തീരുമാനത്തിൽ നിന്ന് ഞാൻ പിൻവലിച്ചില്ല. ആ തീരുമാനമാണ് ഇന്ന് എന്നെ ഇത്രത്തോളം സന്തോഷം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അല്ലാതെ അവരുടെ പ്രേരണ അനുസരിച്ച് ഞാൻ ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ ഒരു കടലിന്റെ നടുക്ക് പെടുന്ന ഒരു അവസ്ഥയാവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇന്നതല്ല. ഇപ്പൊ മകൾ വളരെ സന്തോഷം പറഞ്ഞല്ലോ, മോള് എല്ലാ കാര്യങ്ങളും എന്നോടൊപ്പം ഉണ്ട്. എല്ലാ കാര്യങ്ങളും മോളുമായിട്ട് ചർച്ച ചെയ്യും. മോളറിയാത്ത ഒരു കാര്യങ്ങളും എനിക്കില്ല. ഈ സ്കൂളിന്റെ സകല കാര്യങ്ങളിലും മോളെ ഇൻവോൾവ്മെന്റ് ചെയ്യിക്കാറുണ്ട്. കാരണം നാളെ ഒരു സമയത്ത് മോളിത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകേണ്ട ആളല്ലേ. ഒരു വളർച്ചയുടെ ഘട്ടത്തിലാണ് എല്ലാ കാര്യങ്ങളും, ബിസിനസ്സും കാര്യങ്ങളും എല്ലാം മകള് നന്നായിട്ട് അതിനെ മോള് ചെയ്യും, സംശയമൊന്നും വേണ്ട. അതിനുള്ള എല്ലാ കാര്യങ്ങളും മോൾക്കറിയാം. മോളുമായിട്ട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട്. ശരിക്കും വിജയിച്ച ഒരു അമ്മയും അച്ഛനുമായ ഒരു അച്ഛനാണ്
നമ്മുടെ മുന്നിലിരിക്കുന്നത്. അതൊരു മാതൃക കൂടിയാണ്. ഓരോരുത്തർക്കും ഇക്കാര്യത്തിൽ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഒന്നുകൂടെ വിവാഹം കഴിക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടാകുമായിരുന്നു എന്നൊക്കെ ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് തോന്നാം. പക്ഷേ താങ്കളുടെ കാര്യത്തിൽ താങ്കളുടെ തീരുമാനം ശരിയാണ് എന്ന് തന്നെയാണ് താങ്കളുടെ വിശ്വാസം. ആ വിശ്വാസം വളരെ നന്നായി തന്നെ തുടരട്ടെ. അതിനുള്ള അഭിനന്ദനങ്ങളുണ്ട്. അച്ഛനും അമ്മയും കൂടെ താങ്കളാണ്. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു തോന്നല് കുഞ്ഞിന് എപ്പോഴെങ്കിലും, മകൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഒരു നിമിഷം പോലും നമുക്ക് ചിന്തിക്കാൻ ഒരു അവസരം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, വൈഫ് അമ്മയെ ഉള്ള സമയത്തും ഇല്ലാത്ത സമയം എന്നൊരു ചിന്ത ഉണ്ടാകാൻ ഒരു കാരണമില്ല. കാരണം എല്ലാ കാര്യങ്ങളിലും മോളുടെ എല്ലാ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന മോക്കാണ്, മോളെ കാര്യങ്ങൾക്കാണ്. അപ്പൊ ഇന്നേ വരെ ഒരു ഫീലിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഒന്നത്. പിന്നെ രണ്ടാമത് എനിക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യം, എന്റെ വൈഫിന്റെ കുടുംബം ഇന്നും എന്നെ ഞങ്ങളെ സഹായിക്കുക. വൈഫ് നഷ്ടപ്പെട്ടെങ്കിലും അവര് ഞങ്ങളെ കൈവിഴിഞ്ഞില്ല. അച്ഛനായാലും ശരി, അമ്മയായാലും ശരി, സഹോദരനായാലും ശരി, ആ കുടുംബം ഇന്നും ഭയങ്കര സപ്പോർട്ടായിട്ട് സ്വന്തം മകളെ വളർത്തുന്നത് പോലെ അവര് സഹായിക്കുന്നു മോളെ കാര്യങ്ങൾ. ശരിക്കും ഒരു കുടുംബത്തെ, ഒരു കുടുംബനാഥൻ ഇത്രത്തോളം സ്നേഹിക്കുമോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നും. കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് തിളങ്ങുന്നു, നിറയുന്നു. മകളെ പറ്റി പറയുമ്പോൾ മുഖം തിളങ്ങി കുറച്ചും കൂടെ വിടർന്ന് സന്തോഷത്തോടെ ആകുന്നു. ശരിക്കും വളരെ അടുത്തിരുന്ന് കാണുമ്പോൾ ഉള്ളൊരു അനുഭൂതി അതുമായിട്ട് ബന്ധപ്പെട്ട് അത് പറഞ്ഞറിയിക്കാനാവാത്ത ഒന്നാണ്. ഡോക്ടർ ഗോകുലം ഗോപകുമാർ എപ്പോ നമ്മൾ കണ്ടാലും അദ്ദേഹം ഒരു വെള്ള ഉടുപ്പ് വന്നിട്ടിരിക്കുന്നത്, വളരെ വിനയത്തോടെ സംസാരിക്കുന്നു. മുന്നിൽ വരുന്ന ആർക്കും ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നയാള് ഇത്ര വിനയത്തോടെ സംസാരിക്കുന്ന ഒരു മനുഷ്യനാണോ, ഇത്ര ലാളിത്യത്തോടെ പെരുമാറുന്ന ഒരു മനുഷ്യനാണോ എന്ന് സംശയം തോന്നുന്നു. എന്താണ് ഇങ്ങനെ ഒരു പെരുമാറ്റം, ഈ വെള്ള ഡ്രസ്സ്, ഇതിന്റെയൊക്കെ പിറകിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? വെള്ളയെന്ന് പറയുമ്പോൾ അതെപ്പോഴും നീറ്റായിരിക്കും. അതിന് ശകലം അഴുക്ക് പിടിച്ചാൽ അത് കറയായി മാറും. ഡ്രസ്സിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സും നീറ്റായിരിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ വെള്ള ഇടുന്നത്. തന്നെയുമല്ല, 2007 ശേഷം അതിന് മുമ്പിട്ടൊക്കെ കളർ ഡ്രസ് ഇടുമായിരുന്നു. എനിക്ക് ഉചിതമെന്ന് തോന്നിയത് വെള്ളയാണ്. അതുകൊണ്ടായി വെള്ള ഇടുന്നത്. പിന്നെ ലാളിത്യം, ഞാൻ പറഞ്ഞല്ലോ, ജീവിതത്തില് പലർക്കും പല പ്രതീക്ഷകളൊക്കെ ഉണ്ടാവാം, പല ആഗ്രഹങ്ങളും ഉണ്ടാവാം. പക്ഷെ ഒരു പരിധിവരെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹവും സാധിക്കും എന്ന് പറയാൻ പറ്റില്ല. നമ്മളൊക്കെ ജനിക്കുമ്പോഴും ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് ഓർ വൈ, അത് ദൈവവിധിയെ ആർക്കും മാറ്റുവാൻ കഴിയത്തില്ല. ഞാൻ കുറെ പണം ഉണ്ടാക്കി കുറെ വാരി വെച്ചിട്ട് എനിക്ക് എന്ത് നേടാൻ കഴിയുന്നു സമൂഹത്തിൽ? ഞാൻ ഇന്നലെ ഗാന്ധി ഭവനിൽ എത്തുകയും അവിടുത്തെ അതിഥികളും ഒക്കെയായിട്ട് ചിലവ് എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ തന്നെ ഈ വർഷവും ചിലവിട്ടു. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം പറ്റുന്നിടത്തോളം ഒക്കെ ചെയ്തു. ഞാൻ സന്തോഷമായിട്ട് അവിടുന്ന് തിരിച്ചു വന്നു. എനിക്ക് ചെയ്യാവുന്ന ഇതൊക്കെയുള്ളൂ. കുറെ സമൂഹത്തിനും കഷ്ടതയാണ് ഇരിക്കുന്ന സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ, എല്ലാം ചെയ്തെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണമെന്നുള്ള ഒരാഗ്രഹം. തന്നെയുമല്ല, ഒപ്പം ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളിൽ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം ഒരു 5 കോടി രൂപയുടെ അടുത്ത് അത് ഈ 7 വർഷം കൊണ്ട് ചെലവിട്ട് കഴിഞ്ഞു. ഞാനിപ്പം ഇത് പല കേരളത്തിന്റെ പല മേഖലകളിൽ നിന്ന് ദിനം പ്രതി വരുന്ന കത്തുകൾ കാണുമ്പോൾ എനിക്കിത് വായിക്കുമ്പോൾ, ഞാൻ ഏതൊരു കത്ത് വന്നാലും ഞാൻ വായിക്കും. എന്റെ ഓഫീസിൽ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, ഒരു കത്ത് പോലും എന്നെ കാണിക്കാതെ ആരും മാറ്റാൻ പാടില്ല, എന്റെ നിർദ്ദേശമാണ്. അതുകൊണ്ട് എന്നെ കാണാൻ വരുന്ന ആരാണെങ്കിലും ഞാൻ തിരക്കില്ലെങ്കിൽ അല്ലെങ്കിൽ അവരോട് പറയും ഒന്ന് വെയിറ്റ് ചെയ്യും. അവരെ കണ്ട് സാധാരണ ആര് വന്നാൽ തന്നെയും അവരോടൊപ്പം ഒരു 2 മിനിറ്റെങ്കിലും സ്പെൻഡ് ചെയ്യാറുണ്ട്. അത് എന്റെ ഒരു ശീലമാണ്. കാരണം വരുന്നവരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്കറിയാം. ചിലപ്പോൾ അവരൊരു സ്ഥലത്ത് കയറി ഇറങ്ങണമെങ്കിൽ ഒരുപാട് കടമ്പുകൾ കിടക്കേണ്ടി വരും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ആർക്കും ഏത് സമയത്തും ചോദിച്ചിട്ട് വന്നാൽ തീർച്ചയായിട്ടും അവരുമായിട്ട് ഞാൻ ഡീൽ ചെയ്യുകയും സംസാരിക്കുകയും അവരുടെ പ്രശ്നം എന്താണെന്ന് ഒരു പരിധി വരെ കേട്ടിട്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ സഹായിക്കുകയും ചെയ്യും. ഇതാണ് എന്റെ ഒരു ജീവിതം. ചുരുക്കത്തിൽ വളരെ ലളിതമായ ജീവിതം, ഉയർന്ന കാഴ്ചപ്പാട്, വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചും പൊതുസമൂഹത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ഒക്കെ വളരെ വിശാലമായ കാഴ്ചപ്പാട് എന്ന് തന്നെ പറയാം. മദ്യത്തിനെതിരായ പ്രവർത്തനങ്ങൾ,
ചുറ്റുവട്ടത്തുള്ള ജീവികൾക്ക് വേണ്ടിയിട്ട്, ചുറ്റുവട്ടത്തുള്ള മനുഷ്യന് വേണ്ടിയിട്ട്, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇത് വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് എന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. ഈ ഓണക്കാലത്ത് ഓണവിശേഷങ്ങളിലേക്ക് ഇതുപോലെ ലാളിത്യമുള്ള, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ജീവിക്കുന്ന, ത്യാഗോജ്വലമായ ഒരു ജീവിതത്തിന്റെ ഉടമയായ ഡോക്ടർ ഗോകുലം ഗോപകുമാറിനെ ലഭിച്ചതിൽ അതീവ സന്തുഷ്ടരാണ് നമ്മൾ. എല്ലാ ഓണാശംസകളും നേരുന്നു. നമസ്കാരം. ഓണവിശേഷം